ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ സബ്ജക്റ്റ് ഒരു അർബ് എഗ്രിമെൻറ്റിലെ 8 റൂള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്ന 9ാമത്തെ റൂള് വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് ഈ സെക്ഷൻ കുറച്ച് സെൻറ്റൻസിലൂടെ എളുപ്പത്തിൽ ഞാൻ മനസ്സിലാക്കി തരാം. നിലവിലുള്ള സെക്ഷൻസ് എല്ലാം നിങ്ങൾ റിവൈൻഡ് ചെയ്യണം. അത് എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആയിട്ടുള്ള ഓൾ, ഫ്യൂ, സെവറൽ, ബോത്ത്, മെനി, വേരിയസ്. ഇവ പ്ലൂറലാണ്. അതുകൊണ്ട് നമുക്ക് പ്ലൂറൽ വെർബ് എടുക്കാം. അതായത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് സച്ച് ആസ് ഓൾ, ഫ്യൂ, സെവറൽ, ബോത്ത്, മെനി, വേരിയസ് ആർ പ്ലൂറൽ, ഹെൻസ് ദേ ടേക്ക് പ്ലൂറൽ വെർബ്സ്. ഇവിടെ നമുക്ക് മനസ്സിലാവും, ഓൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടാവും, ഫ്യൂ കുറച്ച് അധികം ഉണ്ടാവും, സെവറലും രണ്ട് പേര് കൂടുതൽ ആൾക്കാരുണ്ടാവും, ബോത്തും 2 പേരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിലൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മെനി, അതുപോലെ വേരിയസ്, ഇവയെല്ലാം ഒന്നിലധികം പേരാണെന്ന് നിങ്ങൾക്ക് ഈ വാക്കുകൾ കൊണ്ട് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പ്ലൂറൽ വെർബ് എടുക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ബോത്ത് ദ ബുക്സ് റിക്വയർ കെയർഫുൾ റീഡിങ്. Few are ready to work. Various departments were opened. All the students agree to help him. All the money has been stolen. ഇവിടെ നമ്മൾ ഓൾ ദ മണി ഹാസ് ബീൻ സ്റ്റോളൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ അൺകൗണ്ടബിൾ നൗൺ മണി വന്നു കഴിഞ്ഞതുകൊണ്ട് അൺകൗണ്ടബിൾ നൗണിന് മുമ്പ് ഏത് സെൻറ്റൻസ്, അതായത് ബോത്ത്, ഫ്യൂ, വേരിയസ്, ഓളോ ഏത് വന്നാലും നമുക്ക് സിംഗുലർ വെർബാണ് എടുക്കേണ്ടത്. ആ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം വളരെ ഇവിടെ ഫ്യൂ എന്നുള്ളതും എ ഫ്യൂ വന്നാലും ദ ഫ്യൂ വന്നാലും വെർബ് എപ്പോഴും പ്ലൂറലായിരിക്കും. അത് ഞാനിവിടെ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഫ്യൂ സ്റ്റുഡൻസ് വെയർ പ്രസൻറ്റ്. എ ഫ്യൂ സ്റ്റുഡൻസ് വെയർ present. The few students who were present. ഇവിടെ ഫ്യൂ നെഗറ്റീവാണ്, എ ഫ്യൂ പോസിറ്റീവ്, ദ ഫ്യൂ അത് രണ്ടും പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ കൂടിയും ഇവിടെ നമ്മൾ പ്ലൂറൽ വെർബ്സാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എ ലോട്ട് ഓഫ് അത് വന്നാലും നമ്മൾ പ്ലൂറലാണ് എടുക്കേണ്ടത്. ഒരിക്കലും എ ലോട്ട്സ് ഓഫ് എന്ന് പറയില്ല, എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് എന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് വെയർ പ്രസൻറ്റ്. ലോട്ട്സ് ഓഫ് സ്റ്റുഡൻസ് വെയർ പ്രസൻറ്റ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ എളുപ്പത്തിൽ മനസ്സിലായിട്ട് റൂൾ 9 നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരുപാട് സെക്ഷൻസ് ഇതിനകത്ത് 21 സെക്ഷൻസ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ പഠിക്കേണ്ടതുകൊണ്ട് നമ്മൾ വളരെ സ്പീഡിൽ പോകും. എക്സാം ഡേറ്റ് അടുത്തിരിക്കുന്നതുകൊണ്ട് PSC 10th പ്രിലിമിനറി എഴുതുന്നവർക്കും ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. ഈ സെക്ഷൻ നിങ്ങൾ 2 തവണ അധികം കേൾക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു എവരിബഡി.